ക്യാൻസർ രോഗിക്ക് ലൈഫ് മിഷനിൽ അനുവദിച്ച ഭൂമിയിൽ വീട് നിർമ്മാണത്തിന് തടസ്സം സൃഷ്ടിച്ച് ഒരു ഇലക്ട്രിക് പോസ്റ്റ്. കാസർഗോഡ് കൊയ്പ്പാടി സ്വദേശി നസീറിന് സർക്കാർ നൽകിയ ഭൂമിയിലാണ് ഇലക്ട്രിക് പോസ്റ്റ് ഉള്ളത്. ഇത് നീക്കം ചെയ്യാൻ മുഖ്യമന്ത്രിക്കുൾപ്പെടെ നിവേദനം നൽകിയിട്ടും യാതൊരുവിധ നടപടിയും ഉണ്ടായിട്ടില്ല. എന്തവസ്ഥയാണല്ലേ. വർഷങ്ങളായി ക്യാൻസറിനടിമപ്പെട്ടാണ് ജീവിതം. രോഗം മൂർച്ഛിച്ചതു മുതൽ കുടുംബത്തിന് പറയത്തക്ക വരുമാനവുമില്ല. നാട്ടിലെ സന്നദ്ധ സംഘടനകളുടെ സഹായം കൊണ്ട് മാത്രം ജീവിതം തള്ളി നീക്കുന്ന ഇദ്ദേഹത്തിന് 4 ചുമരുകളുള്ള സ്വന്തമായ വീട് വേണമെന്ന സ്വപ്നം നിറവേറ്റാൻ മുട്ടാത്ത വാതിലുകളില്ലായിരുന്നു. ഒടുവിൽ 3 സെന്റ് സ്ഥലം നൽകി ലൈഫ് മിഷനിലൂടെ വീടെന്ന സ്വപ്നത്തിന്റെ വാതിൽക്കൽ വരെ എത്തി. പക്ഷേ അപ്പോഴും വിധി അദ്ദേഹത്തിന്റെ സ്വപ്നത്തെ തല്ലിക്കെടുത്തി. അനുവദിച്ച ഭൂമിയിൽ ഒരു ഇലക്ട്രിക് പോസ്റ്റ് വില്ലനായി വന്നു. കുമ്പള ഗ്രാമപഞ്ചായത്തിൽ സീരിയൽ നമ്പർ 9 നമ്പറാണ് എൻ്റെ നമ്പർ. ഇപ്പോൾ അവിടെ 500 വീട് കൊടുത്തു കഴിഞ്ഞു. ഇപ്പോൾ അവിടുത്തെ ഉദ്യോഗസ്ഥൻ സെക്രട്ടറി പറയുന്നത് എത്രയും പെട്ടെന്ന് പോസ്റ്റ് മാറ്റിയില്ലെങ്കിൽ ഫണ്ട് വന്നത് സർക്കാരിലേക്ക് തിരികെ പോകും. പോസ്റ്റ് നീക്കാൻ 40,000 രൂപ ചെലവെന്ന് KCB ഉദ്യോഗസ്ഥർ. എന്നാൽ നിത്യരോഗിയായ അദ്ദേഹത്തിന് ചെലവ് വഹിക്കാൻ ശേഷിയില്ല. അധികൃതരെ നിരന്തരം കാര്യം ധരിപ്പിച്ചു, നടപടിയില്ല. ഞാൻ അറിയാതാണ് വസ്തു ഇവിടെ വന്നിട്ട് സ്കെച്ചാക്കിയത്. എന്നോട് ഒരു വാക്ക് ചോദിച്ചില്ല അദ്ദേഹം. ഞാൻ ബന്ധപ്പെട്ട KCBയിലേക്ക് കൊടുത്ത്, നേരിട്ട് മന്ത്രിക്ക് കൊടുത്ത്, നവകേരള സദസ് എല്ലാവർക്കും കൊടുത്ത്, മുട്ടാത്ത വാതിലില്ല. ഏതൊരു വ്യക്തിയുടെയും അടിസ്ഥാന ആവശ്യങ്ങളിലൊന്നാണ് കയറിക്കിടക്കാൻ വീടെന്നുള്ളത്. അത്തരത്തിൽ വീടെന്ന സ്വപ്നത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ് കാസർകോട്ടെ നസീറയ്ക്കയും. വീഡിയോ ജേർണലിസ്റ്റ് രഞ്ജിസ് മണിപ്പാടിക്കൊപ്പം റിപ്പോർട്ടർ അർച്ചന രവീന്ദ്രൻ, ഇൻ റിപ്പോർട്ടർ, കാസർകോട്.